ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എൻ്റെ പേര് ജിജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിൽ എങ്ങനെയാണ് ഡെപ്യൂട്ടി മാനേജർ ആവുക എന്നുള്ളൊരു കാര്യമാണ്. ഒരുപാട് ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ചിലത് എക്സാം എഴുതിയിട്ടാണ് കയറേണ്ടത്. IBPS അതുപോലെ തന്നെ SBI PO പോലെയുള്ള എക്സാമുകൾ എഴുതിയിട്ടാണ് കയറേണ്ടത്. പക്ഷേ ചില ബാങ്കിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എക്സാം എഴുതാതെ കയറാൻ പറ്റും. അത് പ്രൈവറ്റ് ബാങ്കിലാണ്. പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ നോർമൽ ഒരു ബാങ്ക് അല്ല, റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ബാങ്കിലെ കാര്യമാണ് നമ്മൾ ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് ഹയറിംഗ് പ്രോസസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്ത് കേട്ടോ. ഇതാണ് നമ്മൾ ഇതിന്റെ ഹയറിംഗ് പ്രോസസ് ആണ് ആദ്യം നോക്കുന്നത്. ആദ്യം വരുന്നത് ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. ഈ ഓൺലൈൻ രജിസ്ട്രേഷനിൽ എങ്ങനെയായിരുന്നു, 299 രൂപ ഫീ അടച്ചിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത്. ഓൺലൈൻ രജിസ്ട്രേഷന് 299 രൂപ ഫീ അടച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രോസസ് എന്താന്ന് വെച്ചാൽ എന്തായിരുന്നു, നമുക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് ഏതൊരു കമ്പനിയിലും അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിൽ നമുക്കൊരു ജോലിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും, ഉറപ്പായിട്ടും നമുക്കൊരു ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ 2 സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ ആദ്യം നമ്മുടെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. ആ അസസ്മെന്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, കരിയർ 24/7 പാനലിന്റെ ഒരു പാനൽ ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ആക്സിസ് ബാങ്കിന്റെ ഒരു പാനൽ ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഓഫർ ലെറ്റർ കൈ കിട്ടുക. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ട്രെയിനിങ്ങിന് വെറുതെ എടുക്കല്ല, ട്രെയിനിങ്ങിന്റെ കൂടെ നിങ്ങൾക്ക് പൈസയും കൂടി, സാലറിയും കൂടി തരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന്, ഇതിപ്പോ നമ്മൾ ഹയറിംഗ് പ്രോസസ് ആണ് നോക്കിയത്. എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു 6 മാസത്തെ എക്സ്പീരിയൻസ് വേണം. ബാങ്കിങ് സെക്ടറിൽ തന്നെ വേണം ഒന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെക്ടറിൽ മതി. ലൈക്ക് സർവീസ് ആണെങ്കിലോ സെയിൽസ് ആണെങ്കിലോ എവിടെയെങ്കിലും ഒരു 6 മാസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആണ്, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് അടുത്തൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഒരു ഡിഗ്രി നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം, അതാണ് പറയുന്നത്. അഗെയിൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത്, അടുത്തൊരു ക്വാളിഫിക്കേഷൻ അല്ല, എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ആണ്. 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് ഇതിലെ ഏജ് ലിമിറ്റ് വരുന്നത്. എഗെയിൻ അടുത്തത് എന്തായിരുന്നു പറയുന്നത്, ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്ന് വെച്ചാൽ അടുത്തത് എന്തായിരുന്നു, നമ്മളെ ഹയറിംഗ് പ്രോസസ് നോക്കി, എലിജിബിലിറ്റി നോക്കി, പ്രോഗ്രാം സ്ട്രക്ചർ. 4 മൊഡ്യൂൾസ് ആയിട്ടാണ് ഇതിന്റെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. 4 മൊഡ്യൂൾസ് ആണ്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു ജോലിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇതിൽ നിങ്ങൾ പാസ്സായി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റേ കമ്പനിയിൽ നോട്ടീസ് പീരീഡ് നിങ്ങൾ സെർവ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് റിലീവിംഗ് ലെറ്റർ വരുന്നുള്ളൂ. അപ്പൊ 2 മാസം നിങ്ങൾക്ക് നോട്ടീസ് പീരീഡിൽ ഒരു ആവറേജ് ആയിട്ട് എല്ലാവരും 2 മാസമാണ് ഉണ്ടാവുക. അപ്പൊ 2 മാസം നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായിരുന്നു, ഈ 2 മാസം നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ച് ആയിരിക്കും വരുന്നത്. അഗെയിൻ അടുത്തത് പൂനെയിലെ ക്യാമ്പസ് മോഡിലായിരിക്കും. അടുത്തൊരു 2 മാസം എന്ന് പറയുന്നത് നിങ്ങൾ പൂനെയിലായിരിക്കും, അവിടെ ക്യാമ്പസ് മോഡിലായിരിക്കും വരുന്നത്. അതിനുശേഷം ആ പൂനെയിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. ഒരു 2 മാസത്തിന് 30,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് വന്നിട്ട് ഇവിടെ സാലറി ഇല്ലല്ലോ എന്ന് ടെൻഷൻ വേണ്ട, നിങ്ങൾക്ക് സാലറി ഉണ്ട്. ഇനി അടുത്ത ഇന്റേൺഷിപ്പ് ആണ്. ഇന്റേൺഷിപ്പ് 2 മാസമാണ്. നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ആയിട്ട് 2 മാസമാണ് കിട്ടുന്നത്. ഈ 2 മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പിൽ എന്തായിരുന്നു, ഒരു 2 മാസത്തിലേക്ക് ഇന്റേൺഷിപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇതില് ലൈക്ക്
ഒരു സാലറി അപ്പൊ തന്നെ നിങ്ങൾക്ക് ബേസിക് ഒരു 40,000 രൂപയിൽ കൂടുതൽ സാലറി വരുന്നുണ്ട്. 40,000 രൂപയിൽ സാലറി വരുന്നുണ്ട് കൂടുതൽ. അത് കഴിഞ്ഞിട്ട് അത് ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചസിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് വരുന്നത്. അഗെയിൻ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചസിൽ തന്നെയാണ് ട്രെയിനിങ് 6 മാസത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും നിങ്ങളുടെ ബേസിക് പേ എന്ന് പറയുന്നത് നല്ല കൂടിയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഡൗട്ട് എല്ലാവരുടെ എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇതിന്റെ ഫീസും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നായിരിക്കും അടുത്തൊരു ഡൗട്ട് കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ ഫീസ് ഉണ്ടോ വെച്ചാൽ ഉറപ്പായിട്ട് ഫീസ് വരുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ട് നമുക്ക് ഇതിൽ ഫീസ് വരുന്നുണ്ട്. അപ്പൊ ഫീസ് ആദ്യം കാണുമ്പോൾ ഞെട്ടും, 2,65,500 രൂപയാണോ? പക്ഷെ ഇത് അങ്ങനെ ഞെട്ടേണ്ട കാര്യമില്ല. ആദ്യം നമ്മൾ 25,000 രൂപയാണ് അടക്കേണ്ടത്. ഇപ്പൊ നമുക്ക് നോർമലി അറിയാം, ബാങ്കിങ് കോഴ്സിന് അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന് നിങ്ങൾ ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഉണ്ടാവും, അടയ്ക്കാനുണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാവും അല്ലെ. 30,000 60,000 രൂപയാണ് ഒരു IBPS POയുടെ ബാങ്ക് കോച്ചിങ്ങിന് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് 25,000 രൂപ അടച്ചിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങൾ ജോലി കിട്ടി, അവർ നിങ്ങൾക്ക് ജോലി തന്ന് 6 മാസം നിങ്ങൾ സാലറി വാങ്ങിച്ച് 7ാമത്തെ മാസം മുതൽ EMI ആയിട്ട് അവർ തന്നെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോളൂ. നിങ്ങളുടെ എക്സ്ട്രാ എഫേർട്ട് വരുന്നില്ല. ഈ രീതിയിലാണ് ഈ പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത്രയാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് രജിസ്റ്റർ ചെയ്തെന്ന് വെച്ചാൽ അവിടെ എന്തായിരുന്നു, ഇവിടെ അവിടെ തീർച്ചയായും എന്തായിരുന്നു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവർ തന്നെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് എന്തായിരുന്നു അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.